ബിനോയ് വിശ്വം ഈ വിവാദങ്ങളോട് അങ്ങനെ കാര്യമായ ഒരു പ്രതികരണം നടത്താതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. ശബ്ദരേഖ വിവാദം പാർട്ടിയിൽ ചർച്ച ചെയ്യുമ്പോൾ വലിയൊരു ശബ്ദരേഖ വിവാദം അതിൽ താങ്കളുടെ പാർട്ടിയിൽ എന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതല്ല, അതൊന്നും ഒരൊറ്റ അക്ഷരം പറയാനില്ല. ഒറ്റ അക്ഷരം പറയാനില്ല. ഒറ്റ അക്ഷരം പറയാൻ ബാക്കിയില്ല. എല്ലാം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഞാൻ അറിയുന്ന ദിനകരനോ അറിയുന്ന കമലയോ അങ്ങനെ പറയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുണ്ട്, കമ്മ്യൂണിസ്റ്റ് സ്നേഹബന്ധങ്ങളുണ്ട്. അതിനകത്ത് അടിയന്തരമായ പലരുടെ വാക്കുകൾ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം, കമ്മ്യൂണിസ്റ്റ് സ്നേഹപ്രവർത്തനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങൾ, അതിൻ്റെ പാർട്ടിയാണ് CPI. ആ പാർട്ടിക്കകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങൾക്കും അറിയാം. എല്ലാം മീഡിയയിൽ വന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇല്ല, അവർ മാപ്പ് ചോദിച്ചു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. ഒരുപാട് കൊല്ലങ്ങളായിട്ട് പാർട്ടി അറിയുന്നവരാണ് അവർ. അവരൊന്നും പാർട്ടിയുടെ അച്ചടക്കത്തെയോ പാർട്ടി മൂല്യങ്ങളെയോ ലംഘിച്ചുകൊണ്ട് ഒരിഞ്ച് പോകുന്നവരല്ല. ഇതേപ്പറ്റി എന്തെല്ലാം പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒറ്റ വാക്ക് പറയില്ല. അതേസമയം ഖേദപ്രകടനം നടത്തിയെന്ന വാർത്ത കമലാ സദാനന്ദൻ നിഷേധിക്കുകയാണ്. താനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പ്രതികരിക്കുന്നത്. ഞാനൊരു ഖേദവും പ്രകടിപ്പിച്ചില്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പാർട്ടി പറയും, സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊന്നും നടത്തിയില്ല ഒരാളോട്. റിയ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നുണ്ട്. റിയ, മറ്റു പല വിഷയങ്ങളിലും ബിനോയ് വിശ്വമൊക്കെ വളരെ സജീവമായി പ്രതികരിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വിവാദം, ഒരു ശബ്ദരേഖാ വിവാദം, അതിനോട് അങ്ങനെ ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. കമ്മ്യൂണിസ്റ്റ് ബോധ്യങ്ങളുണ്ട്, അതിൽ ഉറച്ചു നിന്നാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറിപ്പോവുകയാണ്. ദിവേഷ്, ആ ഓഡിയോ സന്ദേശം തന്നെ CPIക്കകത്തെ പ്രശ്നങ്ങൾ വെളിവാക്കുന്നതായിരുന്നു. അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ 3 നേതാക്കളും വിവാദത്തിൽ ഉൾപ്പെട്ട കമലാ സദാനന്ദനും ദിനകരനും ഒപ്പം ബിനോയ് വിശ്വവും ഒരു വേദിയിൽ ഇന്ന് എറണാകുളത്തെത്തിയത്. മണ്ഡലം സമ്മേളനത്തിലായിരുന്നു 3 പേരും വേദി പങ്കിടുകയും ചെയ്തു. അതിന് മുമ്പ് ബിനോയ് വിശ്വത്തോട് ഇക്കാര്യങ്ങളിൽ പ്രതികരണം ചോദിച്ചപ്പോൾ താൻ അറിയുന്ന കമലയോ ദിനകരനോ ഇങ്ങനെ പറയില്ല എന്ന വാക്കിലൂടെ ആ വിവാദങ്ങളെ അദ്ദേഹം അവസാനിപ്പിക്കുകയായിരുന്നു. അതായത് ഈ സമ്മേളന കാലയളവിൽ ഒരു വിവാദങ്ങളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ പാർട്ടിയെ കൊണ്ടുപോകേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് CPI ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കമലാ സദാനന്ദനോട് ചോദിച്ചപ്പോൾ താനൊന്നും പറഞ്ഞിട്ടില്ല, ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന പ്രതികരണത്തോടെ കമലയും ഈ വിവാദങ്ങളോട് അവസാനം പ്രതികരണം നിർത്തി അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ദിനകരൻ മാധ്യമങ്ങളെ കാണാതെ അദ്ദേഹം അതിവേഗം തന്നെ വേദിയിൽ നിന്നിറങ്ങി പോവുകയും ചെയ്തു. എന്തായാലും ഈ സമ്മേളന കാലയളവിൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിലപാട് ഈ വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ കടുത്ത അതൃപ്തി പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. ഇതിനുശേഷം എന്ത് നടപടിയിലേക്ക് നീങ്ങുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.